എടാ മക്കളെ, പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെൻറ്റ് കോട്ടയുടെയും ഒക്കെ അഡ്മിഷൻ നടക്കുന്നു. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇനി എന്ന് കാണും, അപ്പോൾ ക്ലാസ് തുടങ്ങിയില്ല, ഇങ്ങനെയുള്ള എല്ലാ കൺഫ്യൂഷൻസും നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ട്. സോ അതിൻ്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുവാനും മറക്കരുത്. തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെൻറ്റ് കോട്ടയുടെയും ഒക്കെ അഡ്മിഷൻ എടുക്കുവാനുള്ള ടൈം ഏകദേശം ജൂലൈ 10 വരെ നീട്ടിയിട്ടുണ്ട്. സോ 10-ന് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വിളിക്കുക. അപ്പോൾ ഏകദേശം ഒരു 11 ആകുമ്പോഴത്തേക്കും നമുക്ക് വേക്കൻറ്റ് സീറ്റുകൾ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിൽ സീറ്റ് വേക്കൻ്റ് ആണെന്നുള്ളത് ഗവൺമെൻറ് ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഒരു 15-നുള്ളിൽ തന്നെ നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വിളിക്കുന്നതായിരിക്കും. സോ നമ്മളെല്ലാം അപ്ലൈ ചെയ്യുക. സപ്ലിമെൻ്ററിക്ക് വേണ്ടിയിട്ട് നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഇതുവരെ നമ്മൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു അലോട്ട്മെൻറ്റിലും നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. സോ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. മറ്റൊന്ന്, നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അല്ലേ? ഈ എഡിറ്റ് ചെയ്യാനുള്ള അവസരത്തിൽ പല കുട്ടികളും എഡിറ്റ് ചെയ്തു, പക്ഷേ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി മറന്നുപോയി. സോ ആ ഒരു കാരണത്താൽ അവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും ഒന്നും അവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. പിന്നെ മറ്റൊന്ന്, ചില കുട്ടികൾ പറയുന്നുണ്ട് ഹോസ്പിറ്റൽ കേസ് കാരണം അല്ലെങ്കിൽ നാട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നുകൂടെ അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപ്ലൈ ചെയ്യാതിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററിയിൽ അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊന്ന്, നിങ്ങൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. സോ ഈ മിസ്റ്റേക്ക് കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ കഴിയാതെ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ആർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല? എടാ, നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുകൂടാതെ ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ പേര് വന്നു, അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ ആ സ്കൂൾ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊന്നും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാം? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ് വസ്തുത. ഇനി മറ്റൊന്ന്, നിലവിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. സോ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് പുതുക്കിയാൽ മതിയാകും. അതായത് നിലവിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്കൂളുകളിൽ വേക്കൻറ്റ് സീറ്റ് കാണണമെന്നില്ല. സോ വേക്കൻറ്റ് സീറ്റുകൾ ഇല്ലാത്ത സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, പുതിയ സ്കൂളുകൾ ആഡ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് അക്ഷയ സെൻറ്ററിൽ പോയി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള വിദ്യാർത്ഥികൾ നേരെ അക്ഷയ സെൻറ്ററിലോട്ട് പോവുക. ഇതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത്, പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളോടാണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമാണോ അഡ്രസ്സും കാസ്റ്റും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണോ കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. 2 തവണ കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. ഓക്കെ, കാരണം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു മിസ്റ്റേക്കും വരരുത്. ആ മിസ്റ്റേക്ക് കാരണം നമുക്ക് അഡ്മിഷൻ നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. കുട്ടികളുടെ മറ്റൊരു സംശയം എന്ന് പറയുന്നത്, സാർ സപ്ലിമെൻ്ററിയുടെ അലോട്ട്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യില്ലേ? എടാ, ജൂലൈ 6-ന് പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് അഡ്മിഷനൊക്കെ എടുക്കുമ്പോൾ ഏകദേശം ഒരു ജൂലൈ 20 ആകും. സോ അത്രയും ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്കറിയാം, ക്ലാസ് തുടങ്ങി ഒരാഴ്ചത്തേക്ക് ഏകദേശം നല്ല രീതിയിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പഠിപ്പിക്കാനൊന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല. സോ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്താലും ഒത്തിരി പോർഷൻസ് ഒന്നും ആകത്തില്ലടാ. സോ നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് നോട്ട്സ് ബുക്കൊക്കെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരാൻ നിങ്ങളുടെ ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു മടിയും കൂടാതെ ടീച്ചേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എടാ, നിങ്ങൾക്ക് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എല്ലാ സ്കൂളും മാക്സിമം സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ള എല്ലാ സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന സബ്ജക്റ്റ് എന്ന് മാത്രം ഫോക്കസ് ചെയ്യാതെ
മാക്സിമം സബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ WGPയുടെ അടിസ്ഥാനത്തിലായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും വിളിക്കുന്നത്. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. സോ ചിലപ്പോൾ സയൻസ് സബ്ജക്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ സയൻസ് കിട്ടാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ആ ഒരു കാരണത്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതെ പോകരുത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാ സബ്ജക്റ്റിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ നിങ്ങൾ മാക്സിമം എല്ലാ സബ്ജക്റ്റിലേക്കും അപ്ലൈ ചെയ്യുക. എടാ, നമുക്കിപ്പോൾ തന്നെ പ്രശ്നം എന്ന് പറയുന്നത് ഏകദേശം 1,00,000-ലധികം വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. നിലവിൽ വേക്കൻ്റ് ആയിട്ട് ഏകദേശം 6,000-ഓളം സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് സീറ്റുകൾ അലോട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ സീറ്റുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. അപ്പോൾ ആ സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണം. അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാ സ്കൂളിലേക്കും അപ്ലൈ ചെയ്യുക, എല്ലാ കോമ്പിനേഷനിലേക്കും നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ടൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറയുന്ന ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. സോ ഈ പേജിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നാമതായിട്ട് വരുന്നത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പേജ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് +1 കയറുമ്പോൾ നല്ല ടഫായിരിക്കും, കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ ഫ്രീ ആയി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരു തരത്തിലും നമ്മളതിന് പേയ്മെൻ്റ് ഒന്നും ഈടാക്കുന്നതല്ല. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളൊരു ഫ്രണ്ടിനോടെന്ന രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ എക്സാമിന് നമ്മൾ പോർഷൻസ് പഠിച്ചാൽ മാത്രം പോരാ, കൃത്യമായിട്ട് നമ്മളത് എങ്ങനെ പേപ്പറിനകത്ത് എഴുതി കൊടുക്കുന്നു എന്നതിലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ അറിയാം, നിങ്ങൾ SSLC എക്സാം എഴുതിയാണ്, നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത കുട്ടികളാണ് പലരും, അല്ലേ? സോ നമ്മൾ പഠിക്കുന്നതിലല്ല, പഠിക്കുന്നതിനപ്പുറം നമ്മൾ ആ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ആ പേപ്പറിനകത്ത് എങ്ങനെ എഴുതുന്നു, എങ്ങനെ നീറ്റായിട്ട് നമ്മുടെ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ്, യാതൊരു തരത്തിലും നിങ്ങളോട് ഒരു തരത്തിലും പേയ്മെൻ്റ് ഒന്നും മേടിക്കാതെ വളരെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഗ്രോത്ത് മാത്രം, നിങ്ങളുടെ പ്രോഗ്രസ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ഇൻസ്റ്റഗ്രാമിലോട്ട് വന്ന് ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറയുന്ന ചാനലും ഫോളോ ചെയ്തിടുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. സോ നമ്മളതൊരു ഷോർട്ടായിട്ട് തന്നെ അല്ലെങ്കിൽ റീലായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.